ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്ക് ഇവിടെ സുഖം തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എന്നത്തെയും പോലെ എൻ്റെ കുഞ്ഞു വിശേഷങ്ങളുമായിട്ടാണ് ഇന്നും വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാൻ 5-6 ദിവസം കൊണ്ട് പറയുന്നില്ല നമ്മുടെ ചേച്ചിയെ കാണാതെ പോയി കേട്ടോ. അപ്പോൾ ചേച്ചി നമ്മളിൽ നിന്ന് ലോകത്തോടും വിട പറഞ്ഞു കേട്ടോ. അപ്പോഴും ഇന്നലെ വൈകിട്ട് അപ്പോഴും ഞാൻ വീഡിയോ ഒക്കെ രാവിലെ നമ്മൾ വീഡിയോ ഒക്കെ എടുത്തല്ലോ, ഞാൻ ചേച്ചിയുടെ കാര്യമൊക്കെ പറഞ്ഞ് വീഡിയോ ഒക്കെ എടുത്തതായിരുന്നു. അപ്പോൾ വൈകിട്ട് ഒരു 6 മണിയൊക്കെ ആയപ്പോഴത്തെ വൈകിട്ട് 6 മണിയൊക്കെ ആയപ്പോഴാണ് അറിയുന്നത് കേട്ടോ, ചേച്ചി മരിച്ചതായിട്ട് അറിഞ്ഞത്. അപ്പോഴേ എല്ലാവരുടെയും പ്രാർത്ഥനയും ഒക്കെ വെറുതെ ആയിപ്പോയി. നമ്മൾ അന്ന് മുതലേ ഞാൻ പറയുന്നുണ്ട്. അപ്പോഴൊത്തിരി കൂട്ടുകാർ ചേച്ചി തിരിച്ചു വരട്ടെ എന്നൊക്കെ പ്രാർത്ഥനയിൽ ഓർക്കാം എന്നൊക്കെ പറയുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം വെറുതെ ആയിപ്പോയി. ചേച്ചി മരിച്ചു പോയി കേട്ടോ. കനാലൊക്കെ തുറന്നു വിട്ടേക്കുമല്ലേ. അപ്പോൾ എന്തോ ഒന്നും നമുക്കറിയത്തില്ല. നമുക്ക് വീഡിയോക്കകത്ത് എല്ലാം ഒന്നും പറയാനും ഒക്കത്തില്ലല്ലോ കേട്ടോ. അപ്പോൾ അങ്ങനെയായിരുന്നു. എങ്ങനെയാണെന്നൊന്നും നമുക്കറിയാൻ പറ്റത്തില്ല. നമ്മുടെ കൊല്ലം പേപ്പറിനകത്ത് കാണും കേട്ടോ. നമ്മളിവിടെ ഞാൻ കാണിക്കാമായിരുന്നു, പക്ഷേ നമുക്ക് പത്തനംതിട്ട നമ്മുടെ പേപ്പർ കൊല്ലം പേപ്പറിനകത്തുണ്ട് കേട്ടോ. ചേച്ചിയുടെ പേര് സുമംഗല, പേരൊക്കെ ഫോട്ടോയൊക്കെ ഉണ്ട് കേട്ടോ. ചേച്ചി മരിച്ചു പോയി. അപ്പോൾ അതിൻ്റെ ഇന്നലെ വൈകിട്ട് 6 മണിയൊക്കെ ആയപ്പോഴാണ് ഞാൻ വീഡിയോ ചേച്ചിയുടെ കാര്യമൊക്കെ പറഞ്ഞു. ഇന്നലെ ഒരുപാട് അതൊക്കെ ഞാൻ സംസാരിച്ചായിരുന്നു കേട്ടോ. പിന്നെ 6 മണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ വീഡിയോ ഇടുന്നതിന് മുന്നേ ഈ സംഭവം 6 മണിയായപ്പോഴാണ് അറിയുന്നത്. ഇങ്ങനെ ഇതേപോലെ എല്ലാവരും വിളിച്ച് പറഞ്ഞു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ വീഡിയോ ഒരുപാട് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ടാണ് പിന്നെ ഞാൻ ആ പാട്ട് മാത്രമൊക്കെ ഇട്ടത്. പിന്നെ രാവിലെ എടുത്ത് ഇരുന്ന വീഡിയോ ഒക്കെയാണ് ഇന്നലെ നമ്മൾ ഇട്ടത് കേട്ടോ. അപ്പോഴതുകൊണ്ട് ഇന്നപ്പോൾ അടക്കമൊക്കെയാണ് ചേച്ചിയുടെ വൈകിട്ടൊക്കെ ആവും കേട്ടോ. അടക്കമൊക്കെയാണ്. എന്താ എങ്ങനെ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. പിന്നെ ദൈവത്തിനും അറിയാം, ചേച്ചിക്കും അറിയാം, വേറെ ആർക്കും അറിയത്തില്ലായിരിക്കും. അപ്പം ചേച്ചിയുടെ ആത്മാവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ. ദൈവം അവിടെ സമാധാനം കൊടുക്കട്ടെ ചേച്ചിക്ക്. അപ്പോൾ നാട്ടുകാർക്കും സത്യം പറയുന്നതിൽ 6 മണി വരെ നമുക്ക് എല്ലാവർക്കും പ്രതീക്ഷയുണ്ടായിരുന്നേ. എല്ലാവരും ചേച്ചിക്ക് വേണ്ടി ഞങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചിട്ട് ദൈവം ജീവനോട് നമുക്ക് കിട്ടണേ. പക്ഷേ അതെല്ലാം വെറുതെയായിപ്പോയി കേട്ടോ. അപ്പോഴതൊക്കെ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഈ കുഞ്ഞു ഗ്രാമത്തിലെ നമ്മുടെ കുഞ്ഞു നാട്ടിലെ വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ എന്തായാലും എന്തൊക്കെയാണേലും സുഖമാണേലും ദുഃഖമാണേലും എല്ലാം ഇപ്പം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കുറച്ച് ഈ അടുത്ത ഇടയിലൊക്കെയുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ടല്ലോ. ഒരു ആപത്തോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നുണ്ട് കേട്ടോ. അതൊക്കെ അപ്പോഴും തിരിച്ചും എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. വിഷമിക്കേണ്ട, പ്രാർത്ഥിക്കാന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് ഒരുപാട് സങ്കടമല്ല സന്തോഷമുണ്ട് കേട്ടോ. അത് എന്തൊക്കെയാണ് പറയുന്നതെന്ന് എനിക്കും അറിയത്തില്ല കേട്ടോ. ലെവലില്ലാതിരുന്ന് ഞാൻ പറയുവാണ്. ആകെപ്പാടെ ഭയങ്കര ഇത്. അതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ പിന്നെ എൻ്റെ കുഞ്ഞടുക്കളയിലെ കുഞ്ഞു വിശേഷങ്ങൾ. നമ്മളങ്ങനെ ദുഃഖിച്ചിരുന്നിട്ടും കാര്യമില്ലല്ലോ. അപ്പോൾ എൻ്റേതായിട്ടുള്ള ഇതിൽ രാവിലത്തെ കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. അതൊക്കെയുള്ളൂ നമ്മുടെ വീഡിയോയിൽ. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നമ്മുടെ ചേച്ചിയുടെ ആത്മാവിനും വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക കേട്ടോ. നമുക്കതൊക്കെയുള്ളൂ ചെയ്ത് കൊടുക്കാനുള്ളത് അല്ലേ. അവർക്കും വീട്ടിലെ ആ മക്കൾക്കും ചേട്ടനും ഒക്കെ സമാധാനം ദൈവം കൊടുക്കട്ടെ. അപ്പോഴും നമ്മുടെ വീഡിയോ ഒക്കെ കാണാൻ പോകും കേട്ടോ. അങ്ങനെ നമ്മൾ കാപ്പിയൊക്കെ കുടിച്ചു കഴിഞ്ഞു കേട്ടോ. കാപ്പിയൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും നമ്മുടെ അടുക്കളയിൽ കയറാതെ ഇരിക്കുന്ന എങ്ങനെ ഉച്ചയ്ക്ക് എന്തെങ്കിലും കഴിക്കട്ടെ. നമുക്ക് വിഷമമൊക്കെ ഉണ്ട്, പക്ഷേ നമ്മുടെ വിഷമമൊക്കെ ഒന്ന് മാറ്റി വയ്ക്കുക കേട്ടോ. വിഷമിച്ചിരുന്നാൽ അങ്ങനെ ഇരിക്കാനേ ഒക്കത്തുള്ളൂ. അപ്പോഴേ നമുക്കതൊക്കെ വിട്ട് കളയാം. അപ്പോഴും നമുക്ക് നമ്മുടെ ഇതിലോട്ട് വരാം കേട്ടോ. പിന്നെ രാവിലെ ചപ്പാത്തിയും മുട്ടക്കറിയായിരുന്നു. അപ്പോഴേ ഞാനും ബിയും കൂടെ ഒന്ന് ചെറുതായിട്ട് തെറ്റി വരുന്നുണ്ട് പറഞ്ഞപ്പോഴേ. ചെറുതായിട്ടൊന്ന് തെറ്റി. അപ്പോൾ ഞാൻ ചപ്പാത്തിയും കൊണ്ട് വന്നപ്പോൾ എന്നോട് പറഞ്ഞു വേണ്ട
എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പച്ചവെള്ളം തരത്തില്ലെന്ന്. അങ്ങനെ അങ്ങ് പോയി. പിന്നെ ഇത്തിരി കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു എനിക്ക് ഇച്ചിരി കടും ചായ ഇട്ടിരുന്നു. ഞാൻ പറഞ്ഞില്ല, പുള്ളി വെള്ളം പോലെ ഞാൻ തരത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ എന്തുവാ ഫോട്ടോ എടുക്ക, ഞാൻ ഫോട്ടോ എടുക്ക. അപ്പോഴേ പിന്നെ വെട്ടിക്കൊണ്ടു വന്നോ? അപ്പോഴേ പിന്നെ വീണ്ടും എന്നോട് വന്ന് വെച്ച് ഇച്ചിരി കടും ഞാൻ പറഞ്ഞു തരത്തില്ല. അങ്ങനെ പിന്നെ അതേ ഇവിടെ ചുറ്റിക്കറങ്ങിയൊക്കെ ഇവിടെ നിൽക്കൊണ്ട് കേട്ടോ. എന്തുവാ ആരാ ഒളിഞ്ഞു നോക്കുന്നേ? ഓടിക്കാളോ കല്ല് ഇറക്കി എറിഞ്ഞ്. എല്ലാ കൊലയും വെട്ടിയോ? നിന്ന വാഴ തള്ളി മറിച്ചിട്ടോണ്ട് കൊലയും വെട്ടിക്കൊണ്ടിങ്ങി പോതലിയോ? ഭയങ്കര ബുദ്ധിമാന് കണ്ടോ. വാഴക്കകത്ത് കൊല നിൽക്കാൻ സമ്മതിക്കത്തില്ല. ഇവിടെ വന്ന് ഓരോ വാഴ തള്ളി ഇട്ടിട്ട് ആ കൊലയും വെട്ടി ഇങ്ങി കൊണ്ടുവരും. എന്നിട്ട് പറയാം ഒടിഞ്ഞു വീണം. എന്നോട് വന്ന് പറയോ. ഇത്തിരി മുമ്പേ നമ്മുടെ ഭയങ്കര അടിയായിരുന്നു അമ്മയും രണ്ടുപേരും കൂടെ. പിണ്ടി വെട്ടിക്കളയാനെന്നും പറഞ്ഞ് ഭയങ്കര വഴക്കായിരുന്നു. നേരത്തെ അതിന്റെ വീഡിയോ ഓണാക്കേണ്ടായിരുന്നു. നിങ്ങൾക്ക് കേൾക്കായിരുന്നു കേട്ടോ. ഭയങ്കര അടിനാശം വെള്ളപ്പൊക്കമായിരുന്നു. അപ്പോൾ നമുക്ക് മീൻ കിട്ടിയത് ഏതായിരുന്നു? വറ്റേ കണ്ണൻ കുഴുവ. അറിയാം മീൻ. ഞാൻ കഴിക്കണേ. എനിക്ക് ആ മീനെ ഇഷ്ടവും അല്ല. എനിക്ക് ഭയങ്കര കീറും ആ മീന്. കണ്ണൻ കുഴുവ. കണ്ണ് ഇത്രയേ ഉണ്ട്. നമ്മളെ ഇങ്ങനെ ഉണ്ട കണ്ണും കൊണ്ട് നോക്കല്ലേ. ഇത്രയേ ഉണ്ട് അതിന്റെ കണ്ണ്. എനിക്ക് ഇഷ്ടമല്ല ആ മീൻ കേട്ടോ. എപ്പോൾ വളച്ചിടന്നാലും ഞാനും കണ്ണനും കൂടെ വഴക്കുണ്ടാക്കും ഇവിടെ. അപ്പോൾ കണ്ണൻ കൊഴുവ അടപ്പേ ഇരിക്കുന്നു. പുളിയും മുളകും വെക്കുവാണ്. പിന്നെ നമുക്ക് ഏത്തക്ക തോരൻ വെക്കാൻ രാവിലെ വേറൊരു കൊല രാവിലെ വെട്ടിക്കൊണ്ടുവന്ന് കേട്ടോ. അത് ഞാൻ എടുത്ത് അരിഞ്ഞു വെച്ചേക്കുന്നു. നമുക്ക് ഏത്തക്ക തോരൻ വെക്കണം. പിന്നെ തൈര് ഇരിപ്പുണ്ട്. മോര് കറി വയ്ക്കണം. ചൂടല്ലേ, മോര് കറി വയ്ക്കണം. ഞങ്ങൾ കുഞ്ഞടുക്കള AC വയ്ക്കാൻ പോവാം. അല്ല അതിനകത്ത് നിൽക്കാൻ കൊന്നിരാട്ടാ. ഭയങ്കര ചൂട്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നിങ്ങളുടെ നാട്ടിലൊക്കെ മഴയൊക്കെ പെയ്തോ? ഒത്തിരി അടുത്ത് നമ്മുടെ ഇവിടെ അല്ലേ ഒത്തിരി സ്ഥലത്ത് മഴ പെയ്തെന്നു ഓരോരുത്തരൊക്കെ പറയുന്നു. എന്നോട് വന്ന് എന്നിട്ട് മഴ പെയ്തെന്നൊക്കെ പറഞ്ഞിട്ടേ എന്നോട് പറയുന്ന ഇവിടെ ഉള്ളവര് കൊള്ളത്തില്ലെന്ന്. അപ്പോഴാ പുള്ളി അതിനകത്ത് ഉൾപ്പെടത്തില്ലയോ? എന്നോട് വന്ന് പറയാം ഇവിടെ ഉള്ള മനുഷ്യരൊന്നും കൊള്ളത്തില്ലെന്ന്. ഈ പറയുന്ന ആള് ഇവിടുത്തുകാരൻ തന്നെ കേട്ടോ. വിളിക്കുന്നു, ഓടിച്ചല്ലേ അമ്മ വിളിക്കുന്നു, ഓടിച്ചല്ലേ. ബാക്ക്ഗ്രൗണ്ടിൽ ഭയങ്കര അടിയാണ് കേട്ടോ. എന്റെ അടുത്ത് ഉടായ്പ പണിയൊക്കെ നടക്കും. അമ്മയുടെ അടുത്ത് ഉടായ്പ പണിയൊന്നും നടക്കത്തില്ല കേട്ടോ. രണ്ടുപേരും കൂടെ ഭയങ്കര പൂരത്തല്ല. അപ്പോൾ തോരൻ ഞാൻ തേങ്ങയൊക്കെ തിരികെ വെച്ചിട്ടുണ്ട്. നമുക്ക് അതൊക്കെ ഒന്ന് ചതച്ചെടുക്കാം. മീൻകറിക്ക് നമുക്ക് ഉപ്പ് നോക്കണ്ടേ? ഉപ്പ് നോക്കാം കേട്ടോ. മീൻകറിക്ക് ഉപ്പ് നോക്കാം. എൻ്റെ അടുത്ത് കാര്യം പറയാൻ വന്നാൽ നിന്നതാ കേട്ടോ. അമ്മ ഓടിക്കും. വേറൊന്നുമല്ല, ജോലി ചെയ്യാൻ. ഉപ്പ് ഇറങ്ങി വരുന്നല്ലേ ഉള്ളൂ. ഉപ്പല്ലല്ലോ പുളി. ഇച്ചിരി ഉപ്പും കൂടെ വേണം കേട്ടോ. ഉപ്പ് കുറവ്. ഞാൻ ഈ പരന്ന് നിറച്ച് മഹാലക്ഷ്മി അവിടെ കുടിയിരുത്തിയേക്കുക കാണിക്കാം കേട്ടോ. എല്ലാ ഭരണിയും നിറച്ചു. കലച്ചേച്ചിയെ ഞാൻ ഫുള്ള് നിറച്ച് ഇവിടെ കേട്ടോ. കലച്ചേച്ചിയാന്ന് പറയാം, എമ്മി ആന്ന് തോന്നുന്നു. മഹാലക്ഷ്മി ഞാൻ അങ്ങോട്ട് പറഞ്ഞു വിടാം. ഞാൻ പറഞ്ഞു വിടത്തില്ല. അയ്യടി മോളെ ഇങ്ങനെ പറയാം. നമ്മൾ കുഞ്ഞുനാൾ അയ്യടി മണമേ ഇങ്ങനെ കണ്ട് പറയായിരുന്നു. നമ്മുടെ ഇവിടുത്തെ ഒരു ഭാഷയിൽ ഞങ്ങൾ അങ്ങനെയൊക്കെ ആയിരുന്നു. അയ്യടി മണമേന്നങ്ങാണ്ട് പറയായിരുന്നു. അയ്യടി മോളെ അയ്യടി മണമേന്നങ്ങാണ്ടായിരുന്നു പറയുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ ദേണ്ട് ഇവിടെ മഹാലക്ഷ്മിയെ കുടിയിരുത്തിയിട്ടുണ്ട്. ഒരു 2-3 ഭരണിക്കകത്ത് നിറച്ചു ഉപ്പുപൊടി നിറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ എങ്ങും പറഞ്ഞു വയ്ക്കത്തില്ല. മഹാലക്ഷ്മി അവിടെ ഇരിക്കട്ടെ, ഇവിടെ കുടി കൊള്ളട്ടെ. അപ്പോഴും നമ്മുടെ മീനൊക്കെ തിളച്ച് ഇനി തോരൻ ഞാൻ ചതച്ചുകൊണ്ട് വരട്ടെ. വെക്കും ആവട്ടെ. ചൂടായതുകൊണ്ട് ചൂട് കാരണം ഇതിനകത്ത് നിൽക്കാൻ ഒക്കത്തില്ല. എങ്ങനെയും കൂടി പോകണമെന്നേ ഉള്ളൂ എനിക്ക് കേട്ടോ. അപ്പോൾ ചതച്ചൊക്കെ കൊണ്ടുവരട്ടെ. മോരും നമുക്ക് മോര് കലക്കിയും കൊണ്ടുവരാം കേട്ടോ. അപ്പുറത്ത് ഭയങ്കര ബഹളം നടക്കുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളെ കരിക്കയായിരിക്കും കേട്ടോ. അപ്പുറത്ത് തെങ്ങ് വെട്ടി. അപ്പം ഞാൻ പറഞ്ഞേ കുഞ്ഞുങ്ങൾക്ക് 2 കരിക്ക് വാങ്ങിച്ചു വെച്ചേക്കണേന്ന്. അങ്ങനെ വെട്ടാൻ വന്നവർ കരിക്ക് തന്നു കേട്ടോ.
എത്ര നാളായെന്നറിയാമോ കരിക്ക് തിന്നിട്ട്? ഒത്തിരി നാളായി. ഞാൻ ഇന്നാളിൽ ഞാൻ പറയുകയും ചെയ്തു, കരിക്ക് തിന്നിട്ട് ഒത്തിരി നാളായി. ആരെങ്കിലും ഞങ്ങൾക്ക് ഒരു കരിക്കാണ് എന്നല്ലേ മോനെ? എന്തെങ്കിലും മധുരമോ നിങ്ങളെ കൊതി പിടിപ്പിക്കില്ല, തരണമെന്നുണ്ട്. പക്ഷെ അടുത്തായിരുന്നെങ്കിൽ തന്നേനെ കേട്ടോ, ഒരു സ്പൂണെങ്കിലും ഞാൻ തന്നേനെ കേട്ടോ, ഇല്ലേ മോനെ? അമ്മ അപ്പുറത്ത് ഫോൺ ചെയ്യുന്നു കേട്ടോ. അതുകൊണ്ട് പിന്നെ ഞാൻ ഇനി വന്നത്. ഞങ്ങളെല്ലാം കൂടെ അവിടെ ഇരുന്നേത്. തോരനടപ്പേ ഇരിക്കുന്നു കേട്ടോ. പീയോടെ ഞാൻ ചോദിച്ചതാ വേണം, പീക്ക് വേണ്ടാന്ന്. പീയാണ് വെട്ടി തന്നത്. പണ്ടൊക്കെ തേങ്ങ എടുത്തപ്പോൾ എന്തുമാത്രം കരിക്ക് കുടിച്ചതാണെന്ന് അറിയാവോ ഈ സൂപ്പർ കൂട്ടി? എന്ത് ചെയ്യാനാ? ഇപ്പം കരിക്കില്ല, തേങ്ങയില്ല, എല്ലാം പാണ്ഡ്യരാജ്യത്ത് നിന്ന് നമുക്ക് കിട്ടണല്ലേ. അതൊന്നും ഇല്ല കേട്ടോ, ചുമ്മാ ഇട്ട് പഠിക്കുമോ ഞാൻ? ഇല്ലേ മോനെ? മോൻ കഴിച്ചു കഴിഞ്ഞോ? ഇനി ഒരെണ്ണം ഉണ്ട്, എൻ്റെ മോക്ക് വെച്ചേക്കോ. ക്ലാസ് കഴിഞ്ഞ് ഇനി വന്നില്ല, കുഞ്ഞിനൊരെണ്ണം വെച്ചിട്ടുണ്ട്. ഞങ്ങൾ രണ്ടെണ്ണം വെട്ടി കേട്ടോ. രണ്ടെണ്ണം വെട്ടി ഞങ്ങൾ എല്ലാവരും കൂടെ കഴിച്ച്. ഇനി ഒരെണ്ണം എൻ്റെ കുഞ്ഞിന് വെച്ചേക്കോ. ആർക്കും ഭയങ്കര ഇഷ്ടം. എടുത്തേ. ഇത് അന്നുണ്ടല്ലോ, ആ കോവിഡ് സമയത്തുണ്ടല്ലോ, ഞാൻ ദേ ഇങ്ങനെ കരിക്കൊക്കെ അടത്തിയിട്ടുണ്ടല്ലോ, അന്നുണ്ടായിരുന്നു തേങ്ങ. എന്നിട്ട് ഇതിനകത്ത് നമ്മൾ ചെടി നടുമായിരുന്നു. അങ്ങനെ നട്ടിട്ടുണ്ട് കേട്ടോ, നല്ലതായിട്ടുണ്ടാവും. ദേ ഇങ്ങനെ ഇത് നമ്മൾ ഇതിനകത്തൂടെ തോണ്ടി തിങ്ങി, തോണ്ടി കഴിച്ചിട്ട് അങ്ങോട്ട് മണ്ണോ ഒക്കെ നിറച്ചിട്ട് ഞാൻ അങ്ങനെയും ചെടി നട്ടായിരുന്നു. സൂപ്പറായിട്ട് കിളിച്ചു കേട്ടോ. ഇത് എൻ്റെ പൊന്നുവിനെ മുറ്റത്ത് കൊണ്ടുപോകണം, ഇവിടെ വെച്ചേക്കണ്ട, തോരൻ വെക്കട്ടെ. അങ്ങനെ നമ്മൾ തോരനും വെച്ചു, മോരും കാച്ചി, കടുകും വറുത്തു കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി ഇവിടെ ഇരുന്ന് വർത്താനം പറയുന്നില്ല ചേച്ചിയുടെ കാര്യം. അപ്പോഴേ ഓരോരുത്തരും നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ അടുത്തായതുകൊണ്ട് എപ്പോഴാണ് അടക്കം കൊണ്ടുവരുന്നത്, എപ്പോഴാണ് കേട്ടോ. അപ്പോഴും എവിടാ പാരിപ്പള്ളിയിലെങ്ങാണ്ട കേട്ടോ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോഴങ്ങനെ ഓരോരുത്തരും വിളിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടേ ഇവിടെ എൻ്റെ ഫോണിൽ കൂടെയും ഓരോരുത്തർ ആരെങ്കിലുമൊക്കെ മറ്റേ ഫോണിൽ വിളിക്കും കേട്ടോ. അപ്പോഴും അങ്ങനെയൊക്കെ ഇങ്ങനെ ഓരോരുത്തരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നു, ഫോണൊക്കെ വിളിച്ചുകൊണ്ടിരുന്നുണ്ട്. പിന്നെ നമ്മുടെ ആ പപ്പടം മറക്കോ? തരാം, ചോറ് തരാം. എന്തുവാ കിട്ടിയതോ? ആ ഇത്രയുള്ള ഇതിന്റെ ബാക്കി എന്ത്? അയ്യോ ഇതിന്റെ ബാക്കി എന്ത്? തുമ്പത്തെ അതിന്റെ തുമ്പത്ത് വേണം. വേണ്ട, എനിക്ക് ആ തേങ്ങയുടെ, ഞാൻ പറഞ്ഞ തെങ്ങിന്റെ മണ്ട എടുത്തോണ്ട് പറയുന്നത്, എടുത്തോണ്ട് തന്നേ. കഷ്ടം, പാവമുണ്ട്. ഇതും വെച്ച് നമുക്ക് മരുന്നുണ്ടാകും കേട്ടോ. പ്രസവിച്ച് കിടക്കുന്നവർക്കൊക്കെ അല്ലാതെ ഉണ്ടാക്കി കഴിക്കാം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ മണ്ട, തെങ്ങിന്റെ മണ്ട. കുഞ്ഞു ഓലമടൽ, ആനയാ കുഞ്ഞു ഓലമടലൊക്കെ തിന്നു കേട്ടോ. പപ്പടം വറക്കട്ടെ കേട്ടോ. അപ്പോൾ ഇത് തോരനായി, മോര് കാച്ചി, മീൻകറി വെച്ചാൽ അന്ന് എടുക്കാൻ ഞാൻ പറഞ്ഞില്ല. എല്ലാവരും കൂടെ വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നു കേട്ടോ. ഭയങ്കര ബഹളമായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടെ ആകുമ്പോഴേ കാര്യം പറിച്ചില്ല. തീ കയറൊന്നും വെളിച്ചുണ്ടെങ്കിൽ ഞാൻ എന്ത് ടേസ്റ്റാന്നറിയോ സത്യമായിട്ട് വന്നേ. പപ്പടം വറക്കട്ടെ കേട്ടോ. പപ്പടം കുത്തി എടുക്കട്ടോ. വെളിച്ചെണ്ണയ്ക്ക് തീ കയറുന്നു. നിങ്ങൾ പേടിച്ച് ഓടി ഇവിടുത്തെ പോകാണ്ട കേട്ടോ. അതുകൊണ്ട് ഒരെണ്ണം ഒന്ന് പൊളിച്ച് കാണിക്കാം. പപ്പടം എന്തോ കാണിക്കാനില്ലയോ? എൻ്റെ ടിന്നില്ല അവിടെ ഇരിക്കുന്ന എടുത്തോണ്ട് വന്നില്ല കേട്ടോ. തൽക്കാലത്തോട് ഇവിടോട്ട് ഇടട്ടെ, ഞാൻ തറയിൽ പോകും. തൽക്കാലത്തേക്ക് മോരിന്റെ മേലിലോട്ട്. പണ്ട് നമ്മുടെ അമ്മമാരൊക്കെ അങ്ങനല്ലേ, ഇങ്ങനെയൊക്കെ അടച്ചു വെക്കുന്ന മണ്ടയിലോട്ടൊക്കെയാ വറുത്ത് വയ്ക്കുന്നത് കേട്ടോ. ഞാനത് തന്നെ
പിന്നെ ടിന്നകത്തില്ല കേട്ടോ. പപ്പടം മോശം. ഏത് കടയിൽ നിന്നാണ് വാങ്ങിച്ചോളൂ, നമ്മുടെ പപ്പടം മോനെ കാണുന്നില്ല. നല്ല പപ്പടം കേട്ടോ. അപ്പൂപ്പിന് ഒത്തിരി നാളായിരുന്നു കണ്ടിട്ട്. നമുക്കറിയാം ഏത് കാര്യങ്ങളാണെങ്കിലും നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ ദൈവമേ ഗ്യാസ് ഓഫായിരുന്നു കേട്ടോ. ഗ്യാസ് ഓണ്, പക്ഷെ തീയില്ല അടിയിൽ. ഇങ്ങനെ അബദ്ധം പറ്റുന്നത്. ബാക്കി കൂടെ ഒക്കെ ഞാനെന്നാ ചുട്ടെടുക്കും, പൊള്ളിച്ചെടുക്കട്ടെ കേട്ടോ. നല്ല മഴക്കോളുണ്ട് ഇവിടെ കേട്ടോ. ബാക്കിയും കൂടെ പൊള്ളിച്ചെടുത്തിട്ട് അങ്ങനെ നീ വൈകിട്ടൊക്കെ ആയി. അപ്പോഴും ഞാൻ ചോറുന്നുകൊണ്ടില്ല കേട്ടോ. എനിക്ക് ചോറുണ്ണാനുള്ള ഒരു മൂഡൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ ചോറൊന്നും ഉണ്ടില്ല. പിന്നെ ചായയൊക്കെ ഇട്ട് കുടിച്ചു. അതൊക്കെ കഴിഞ്ഞ് ദേ വൈകിട്ട് ഞാൻ നമ്മുടെ ചെടിക്കെല്ലാം വെള്ളം ഒഴിച്ചു കേട്ടോ. അതുകൊണ്ട് ഇത്തിരി ഒരു സുഖം തോന്നും അവർക്ക് കേട്ടോ. അപ്പോഴും വെള്ളം ഒഴിക്കുമ്പോൾ പാവം. ഉച്ചയാകുമ്പോൾ ഒന്ന് കാണാൻ നമുക്ക് കഷ്ടം തോന്നും കേട്ടോ. വൈകിട്ടാകുമ്പോൾ ഇച്ചിരി വെള്ളം ഒഴിക്കുമ്പോൾ അവർക്കൊരു നല്ലൊരു സുഖമല്ലേ. അതങ്ങനെയാണല്ലോ നമുക്ക്. ഇതേ നമ്മുടെ തെറ്റിയൊക്കെ ചെത്തിയെന്നും പറയും തെറ്റിയെന്നും പറയും. നമ്മളിവിടെ തെറ്റിയെന്നാണ് പറയുന്നത് കേട്ടോ. തെറ്റിക്കുട്ടനെ ഒന്നും കുളിപ്പിച്ചൊക്കെ നിർത്തി. നമ്മുടെ ചിന്നുവും മിന്നുവും പൊന്നും എല്ലാവരും ഇങ്ങനെ നിൽക്കുക കേട്ടോ. അവരും ഇങ്ങനെ നമുക്ക് കിഴക്കാതെ കേട്ടോ. കിഴക്കോട്ട് നോക്കിയിരിക്കും. അവരും ഇങ്ങനെ വെയിലൊക്കെ കൊണ്ട് തളർന്നൊക്കെ നിൽക്കുവാണേ. അപ്പോൾ ഇപ്പുറത്തോട്ട് ഞാൻ വെള്ളം ഒഴിച്ചില്ല ഇത്രയും ഭാഗത്തിന്. നാളെ രാവിലെ ഇവിടെയൊക്കെ ഒഴിക്കാം. ഇവിടെ നല്ലോണം വെയിലൊക്കെ അടിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വിശേഷങ്ങൾ, കുഞ്ഞു വീട്ടിലെ കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളായിരുന്നു കേട്ടോ. ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്ത് തരണേ. നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം. ശംഖുഷ്പത്തിനകത്ത് ഇപ്പം പൂവൊക്കെ ആയി തുടങ്ങി കേട്ടോ. ഞാൻ നല്ലതായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കും. നമുക്ക് വെള്ളം ഇവിടെ നമ്മുടെ ഈ പുതിയ വീടിൻ്റെ അവിടെ ഇല്ല. പഴയ വീടിൻ്റെ അവിടെ പന്തൽ പോലെ ഇട്ടിട്ടുണ്ട് അമ്മ കേട്ടോ. വെള്ളം ആരോ പറഞ്ഞ് വെള്ളം ഇല്ലെന്ന്. നമുക്ക് ഞാനും എവിടുന്നോ കൊണ്ടുവന്നതാണ് വെള്ളം കേട്ടോ. തയ്യോടെ ഇങ്ങനെ വലുതായത് കിളികൾ പോകുന്ന കണ്ടോ. ഇങ്ങനെ വലിയ തയ്യോടെ എടുത്തുകൊണ്ട് വന്ന് നട്ടു. എന്തായാലും അതങ്ങ് കിളിർത്ത്. പക്ഷേ ഇവിടെ ഞാൻ കൊണ്ടിട്ടിട്ട് കിളിക്കുന്നില്ല കേട്ടോ. വെള്ളം അടുക്കുമുണ്ട് ഇപ്പം എനിക്ക് ഇതിൻ്റെ. ഇതൊക്കെയുള്ളൂ കേട്ടോ. നല്ല വിശേഷങ്ങളുമായിട്ട് നല്ല വിശേഷമായിരിക്കട്ടെ നമുക്ക് നാളെ അല്ലേ. നാളെ കാണാം കേട്ടോ.